ഞാൻ ശ്രീകുമാർ, വലമ്പൂർ വില്ലേജ് ഓഫീസറാണ്. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനുമായി ബന്ധപ്പെട്ട് SIR 2002 ബന്ധപ്പെട്ട് സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നു വരികയാണല്ലോ. പലതരത്തിലുള്ള ആളുകൾക്കും ആശങ്കകളുണ്ട്. അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും മറ്റ് സോഷ്യൽ മീഡിയ വഴിയുള്ള തെറ്റിദ്ധാരണകളും ഒക്കെ വ്യാപകമായി പരക്കുന്ന ഒരു കാലഘട്ടമാണ്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് യാതൊരുവിധ ടെൻഷനും ഇല്ല എന്നുള്ളതാണ് എൻ്റെ വാസ്തവം. എൻ്റെ പേര് നൗഷാദ്, BLO ആണ്. 117 വർക്ക് ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും BLOമാരാണ്. ഇന്ന് നമ്മുടെ പട്ടികയുടെ പുതുക്കൽ ആരംഭിക്കുകയാണ്. നമ്മൾ വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അതിലൊരുപാട് ആശങ്കകൾ ജനങ്ങൾക്കുണ്ട്. പക്ഷെ വളരെ ലളിതമായ രൂപത്തിലാണ് നമ്മൾ ഈ പദ്ധതി നടപ്പാക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു BLO വരും, നിങ്ങളുടെ BLO വരും. ഓരോ ആളുകൾക്കും അവരുടേതായ ഫോമുകൾ നൽകും. ആ ഫോമിൽ നിങ്ങളുടെ ഡാറ്റ നിങ്ങൾ പൂരിപ്പിച്ച് കൊടുക്കണം. അതിൽ നിങ്ങൾ 2002 വോട്ടർ പട്ടികയിലുള്ള ആളാണെങ്കിൽ 2002 വോട്ടർ പട്ടികയിലുള്ള വിവരങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ പൂരിപ്പിച്ച് കൊടുക്കണം. ഇനി 2002 വോട്ടർ പട്ടികയിൽ നിങ്ങൾ ഇല്ലാത്ത ആളാണെങ്കിൽ മൂന്നാമതൊരു കോളമുണ്ട്. അതിൽ നിങ്ങളുടെ രക്തബന്ധത്തിൽപ്പെട്ട അച്ഛൻ്റെയോ അമ്മയുടെയോ വിവരങ്ങൾ കണ്ടെത്തിയിട്ട് മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിച്ച് കൊടുത്താൽ മതി. ഇതിന് കൂടെ പ്രത്യേകിച്ച് രേഖകളൊന്നും ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അത് പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം സമർപ്പിച്ചാൽ മതി. പിന്നെ നിങ്ങളുടെ ഫോട്ടോ ഫോമിലുണ്ടായിരിക്കും. അത് പഴയതാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുതിയ ഫോട്ടോ നമുക്ക് അടുത്ത കോളത്തിൽ ഒട്ടിച്ചു കൊടുത്താൽ അതതിൽ ഉണ്ടായിരിക്കും. വിവാഹം കഴിഞ്ഞു വന്ന കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ, അതായത് അവരുടെ നാട്ടിൽ ഉള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ ഡീറ്റെയിൽസ് നമുക്ക് ഓൺലൈനായിട്ട് കളക്ട് ചെയ്യാൻ സാധിക്കും. ആ ക്രമ നമ്പറും ബൂത്ത് നമ്പറും ഇതിൽ എഴുതി കൊടുത്താൽ മതി. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബന്ധു ഒപ്പിട്ടുകൊണ്ട് എല്ലാ ഫോമുകളും BLOമാർക്ക് ഏതാനും ദിവസങ്ങൾക്കകം നിങ്ങൾ തിരിച്ചു കൊടുത്താൽ മാത്രം മതിയാകും. അത്രയും എളുപ്പത്തിൽ നമുക്ക് ഈ പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിക്കും. പ്രവാസി വോട്ടർമാരുടെ കാര്യത്തിലും ആശങ്ക വേണ്ട. വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ബന്ധു ആ പ്രവാസിയുടെ ഈ ഫോം പൂരിപ്പിച്ച് നൽകി ആ ബന്ധുവിൻ്റെ ഒപ്പിട്ട് BLOയെ ഏൽപ്പിച്ചാൽ മതി. ആരെ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും അനധികൃതമായിട്ട് ചേർക്കുകയോ ചെയ്യുകയല്ല ഇതിനകത്ത് ചെയ്യുന്നത്. വോട്ടർ പട്ടികയിലുള്ള ഇരട്ടിപ്പുകൾ അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ വോട്ടർ പട്ടികകൾ നമുക്ക് വിലയിരുത്താം. പ്രസിദ്ധീകരിക്കുന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ കരട് വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കാൻ പറ്റും. അങ്ങനെ സമഗ്രമായ ഒരു വോട്ടർ പട്ടിക നമുക്ക് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ഈ ഒരു ആശയം നമ്മൾ ജനങ്ങളിൽ എത്തിക്കാൻ പറ്റും. മറ്റ് പൊതുവിൽ വരുന്ന ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ആളുകൾ ഉന്നയിക്കുന്ന ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതമാണ്. വളരെ ഭംഗിയായി തന്നെ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് ഫോമുകൾ ഫില്ല് ചെയ്ത് BLOമാരെ ഏൽപ്പിക്കുക. ബാക്കി വരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കുക. ഇലക്ഷൻ കമ്മീഷനിൽ പ്രസിദ്ധീകരിക്കുന്ന കാര്യങ്ങളനുസരിച്ച് തന്നെ നമ്മളെല്ലാവരെയും, ജീവിച്ചിരിക്കുന്നവരും ഈ നാട്ടിലുള്ളവരുമായ എല്ലാ വോട്ടർമാരെയും നമുക്ക് ഈ ഒരു വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുവാനും വരുന്ന ഇലക്ഷനുകളിൽ അവരെയൊക്കെ സമ്മതിദാന അവകാശം ലഭിക്കുവാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ന് മുതൽ BLOമാര് നമ്മുടെ വാർഡുകളിൽ ഓരോ വീടുകളിലേക്കും എത്തും. അവർക്ക് ആദ്യഘട്ടത്തിൽ 300 ഫോമാണ് ലഭിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഈ സർവേ നടക്കുന്നത്. അപ്പൊ ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് ഇവരെന്നെ ഉണ്ടാവും. ഇവരെന്നെ ഹെൽപ്പ് ചെയ്യും കാര്യമായിട്ട്. അപ്പൊ ഒരു തരത്തിലുള്ള ആശങ്കകളും വേണ്ട. ഇവരിന്ന് മുതൽ വീടുകളിലേക്ക് വരികയാണ്.